ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ കേൾക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ കൂട്ടി നോക്കാറുണ്ടെങ്കിൽ നല്ലത്. നിങ്ങൾ കൂട്ടി നോക്കി കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ ഞാനൊരു ഓഫർ വയ്ക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ പലിശ ഇപ്പോൾ എത്രയാണ് ചാർജ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ ആ ഒരു സാഹചര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു തരാം. ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് തരാം. എല്ലാവരും ഇൻട്രസ്റ്റ് പീരിയോഡിക്കലി മന്ത്ലി കൂട്ടി നോക്കണം. കൂട്ടി നോക്കുന്നത് 0.1% പോലും ആൾക്കാരുണ്ടാവില്ല. നിങ്ങൾ വെറുതെ കൂട്ടി നോക്കിക്കോട്ടെ, നിങ്ങൾ എടുത്ത സമയത്തുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ 2, 3, 4% കൂടുതലായിരിക്കും. ബിസിനസ്സിൽ പലതരത്തിലുള്ള കൺസൾട്ടന്മാരുണ്ട്. ഒന്ന് ഫൈനാൻഷ്യൽ കൺസൾട്ടന്മാരുണ്ടാവും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പല കൺസൾട്ടന്മാർ, പൊല്യൂഷൻ പോലെ, അല്ലെങ്കിൽ മറ്റേ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് തുടങ്ങി MVP കൺസൾട്ടന്മാർ തുടങ്ങി അങ്ങനെ പല തരത്തിലുള്ള കൺസൾട്ടന്മാരുണ്ടാവും. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് കൺസൾട്ടന്മാരുണ്ടാവും, മാർക്കറ്റിംഗ് കൺസൾട്ടന്മാരുണ്ടാവും. ഇവരൊക്കെ എൻഗേജ് ചെയ്യുമ്പോൾ ഇതൊരു ഒരു ഒരു രാജ്യമായി മാറുകയാണ്. മനസ്സിലായ? രാജാവോട് ഇരുന്ന് ഭരിച്ചാൽ മതി. ഈ രാജ്യത്തുള്ള പ്രജകളെല്ലാം തന്നെ മറ്റുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ചെറിയ വിഭാഗം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നുണ്ട്. അതാണ് ബിസിനസ്സിൻ്റെ പരാജയം. നമുക്ക് കാണാൻ പറ്റും ബിസിനസ്സിൻ്റെ പരാജയം. ഞാൻ ആർക്കും ഒന്നും കൊടുക്കൂല, ഞാൻ നിൻ്റെ എന്നുള്ളത് പിടിച്ച് വാങ്ങുമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബാങ്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലോസ് ചെയ്യാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് ആധാരം കിട്ടുന്ന ബാങ്കുകളെ കണ്ടെത്തി നമ്മൾ ലോൺ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ പറയുമ്പോൾ ഈ ക്ലോഷർ ലെറ്റർ ഉറപ്പായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവണം. നല്ല ബാങ്കുകളെ ചൂസ് ചെയ്യാൻ ശരിക്കും നമുക്കൊരു കൺസൾട്ടൻറ്റിൻ്റെ ഒരു ആവശ്യം തീർച്ചയായിട്ടും. നമ്മുടെ ബിസിനസ്സിൽ പലതരത്തിലുള്ള കൺസൾട്ടന്മാരുണ്ട്. ഒന്ന് ഫൈനാൻഷ്യൽ കൺസൾട്ടന്മാരുണ്ടാവും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പല കൺസൾട്ടന്മാർ, പൊല്യൂഷൻ പോലെ, അല്ലെങ്കിൽ മറ്റേ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് തുടങ്ങി MVP കൺസൾട്ടന്മാർ തുടങ്ങി അങ്ങനെ പല തരത്തിലുള്ള കൺസൾട്ടന്മാരുണ്ടാവും. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് കൺസൾട്ടന്മാരുണ്ടാവും, മാർക്കറ്റിംഗ് കൺസൾട്ടന്മാരുണ്ടാവും. ഇവരൊക്കെ എൻഗേജ് ചെയ്യുമ്പോൾ ഇതൊരു ഒരു ഒരു രാജ്യമായി മാറുകയാണ്. മനസ്സിലായ? രാജാവോട് ഇരുന്ന് ഭരിച്ചാൽ മതി. ഈ രാജ്യത്തുള്ള പ്രജകളെല്ലാം തന്നെ മറ്റുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ചെറിയ വിഭാഗം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നുണ്ട്. അതാണ് ബിസിനസ്സിൻ്റെ പരാജയം. നമുക്ക് കാണാൻ പറ്റും ബിസിനസ്സിൻ്റെ പരാജയം. ഞാൻ ആർക്കും ഒന്നും കൊടുക്കൂല, ഞാൻ നിൻ്റെ എന്നുള്ളത് പിടിച്ച് വാങ്ങുമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. നേരെ ഓപ്പോസിറ്റ് ഞാൻ കാണുന്നുണ്ട്. ബിസിനസ് ഇങ്ങനെ റോക്കറ്റ് പോലെ നന്നായി പോകുന്നത്. കാരണം അവൻ്റെ കൂടെ അവനോടായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവൻ നല്ല രീതിയിൽ വളർന്നു പോണ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും ഞാൻ തെറ്റായ ബാങ്കിനെ തിരഞ്ഞെടുക്കുന്നു പറയില്ലേ. ഇപ്പോൾ ചില ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ ഇപ്പോൾ പല ആൾക്കാരുടെ സെക്യൂരിറ്റി തന്നെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ പല ഡിസ്കഷനിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ബാങ്കിലൊരു സ്കീം ഉണ്ടെന്ന് വയ്ക്കുക, ബാങ്ക് ഓഫ് ബറോഡയിലുള്ള സ്കീം വേറെ ആയിരിക്കാം, സെയിം സ്കീം തന്നെ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ആവശ്യങ്ങൾ വേറെ ആയിരിക്കാം. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കണ്ടീഷൻ വെച്ച് പറയുന്ന കാര്യങ്ങളും ബാങ്ക് ഓഫ് ബറോഡ വേറെ കണ്ടീഷൻ ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഫെഡറൽ ബാങ്ക് വേറെ കണ്ടീഷൻ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണമെന്നൊരു ഒരു കൺസൾട്ടൻ്റ് തന്നെ വേണം. അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യം. നമ്മളൊരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് നമ്മളൊരു ബാങ്കിനെ സമീപിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം ഈ ബാങ്കിന് ഈ ഒരു സെക്ടറിൽ പെട്ട ഒരു വ്യവസായത്തിന് എത്രത്തോളം സെക്യൂരിറ്റി വേണം. അത് സെക്യൂരിറ്റി കുറഞ്ഞ് ചോദിക്കുന്ന ബാങ്കുകളുണ്ടോ, മാർജിൻ കുറഞ്ഞ് ചോദിക്കുന്ന ബാങ്കുകളുണ്ടോ, അത് എത്ര ഫാസ്റ്റായിട്ട് കിട്ടുന്ന ബാങ്കുകളുണ്ടോ. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് നമ്മളൊരു ബാങ്ക് തിരഞ്ഞെടുക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മളൊരു ഹെൽത്ത് കെയർ ഏരിയയിൽപ്പെട്ട ഒരു പ്രൊജക്റ്റാണെങ്കിൽ ഹോസ്പിറ്റലാവാം, പോളിക്ലിനിക് ആവാം, അല്ലെങ്കിൽ അതുപോലെ ഡയഗ്നോസ്റ്റിക് സെൻ്റർ ആവാം. ഇതുപോലുള്ള വ്യവസായങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം ഏറ്റവും കുറവ് സെക്യൂരിറ്റിക്ക് ആരെ നമുക്ക് ബാങ്കിൽ നമുക്ക് ചില ബാങ്കുകൾ 100% സെക്യൂരിറ്റി ചോദിച്ചു കളയും. അതൊന്നും വേണ്ട, 25% സെക്യൂരിറ്റി, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഒരു പരിധി വരെ സെക്യൂരിറ്റി ഇല്ലാതെ ഫണ്ട് ചെയ്യുന്ന ബാങ്കുകളുണ്ട്. അത് അറിയുന്ന ആർക്കാണ്? അത് മിക്കവാറും ഒരു കൺസൾട്ടൻ്റ് ആയിരിക്കും. ഇനി വേണ്ട, നമുക്ക് വേറൊരു ലോൺ സ്കീമിനെ പറ്റി ഞാൻ പറയാം. ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ ഒരു ഹോട്ടൽസ്, അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട ഒരു സെക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ 20 വർഷത്തെ പീരീഡ് വരെ ലോൺ വേണ്ടി വരിയിരിക്കും. അത് ഏത് ബാങ്കിൽ നിന്ന് കിട്ടും? ഇവർക്ക് ഒരു പ്രൊമോട്ടർക്ക് കയറി ഇറങ്ങി നടക്കുമ്പോൾ 20 വർഷത്തെ പീരീഡിലുള്ള ലോൺ കിട്ടുന്ന ബാങ്ക് അവർക്ക് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് ബൈ ചാൻസ് കിട്ടിയേക്കാം. അങ്ങനെയുള്ള ബാങ്കുകളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, 20 വർഷത്തെ പീരീഡ് ലോൺ, 24 മാസം മൊറട്ടോറിയം, അങ്ങനെ കിട്ടുന്ന സ്കീമുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്പർ ഓഫ് സ്കീംസാണ്. ഇനി വനിതകൾക്ക് ഇപ്പോൾ 5 കോടി വരെ, ചില ബാങ്കുകൾ 7.5 കോടി വരെ, 5 കോടി വരെ ക്രെഡിറ്റ്. ഇപ്പോൾ ഈ അടുത്ത് 10 കോടി വരെ സെക്യൂരിറ്റി ഇല്ലാത്ത CGTMS ലോണാക്കി. വനിതകൾക്ക് നല്ല സ്കീമുകളുണ്ട്. കാരണം പലിശ പൊതുവെ മറ്റ് ബാങ്കിനേക്കാൾ കുറവാണ്. മിക്ക ബാങ്കുകൾക്കും വനിതകൾക്ക് പറ്റിയ സ്കീമുകളുണ്ട്.
അപ്പോൾ ഇത് ഏത് ബാങ്കാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? സ്കീം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല ബാങ്കും പല മാനേജർമാർ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഒരാൾ നമ്മൾ കൊണ്ടുപോയി കൊടുത്തു, ആ ഫയൽ അവിടെ തന്നെ ഇരിക്കുള്ളൂ. ആരാണ് പെട്ടെന്ന് മൂവ് ചെയ്ത് അവൻ ചിലപ്പോൾ ഒരു നല്ല അഗ്രസീവായ മാനേജറാണ്. ഇവനെ കണ്ടെത്തി കൊടുക്കുമ്പോഴാണ് ആ പ്രൊജക്റ്റ് വിജയിക്കുള്ളൂ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാജയപ്പെടുന്നത് തുടക്കത്തിൽ തന്നെയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ബാങ്ക് ശരിയല്ല, നിങ്ങൾ തിരഞ്ഞെടുത്ത സ്കീം ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച പൈസ ബാങ്ക് തന്നിട്ടില്ല. തരാതെ വിജയിക്കില്ല. കാരണം എന്താ, അവിടെ നിന്ന് കൊണ്ടുവരും. ബാങ്കിൽ നിന്ന് കിട്ടിയ ലോൺ എടുത്തു, പ്രോജക്റ്റ് തീരുന്നില്ല, പ്രോജക്റ്റ് സ്റ്റക്കാവും. ഇവിടെയാണ് പരാജയം കൊടുക്കുന്നത് തന്നെ. സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ലോൺ വാങ്ങാനായിട്ട് പല പ്രൊസീജിയറുണ്ട്, അല്ലെങ്കിൽ ലോൺ നേടിയെടുക്കാനായിട്ട്. ഇപ്പോൾ ലോൺ ക്ലോസ് ചെയ്യാനായിട്ടുള്ള നൂലാമാലകൾ അതെന്തൊക്കെയാണ്? നൂലാമാലകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ മിക്ക ആൾക്കാരും ലോൺ എടുക്കുമ്പോൾ ഓടിപ്പോയി ലോൺ ഒപ്പിടുന്നു. അവർ എഴുതി പിടിപ്പിച്ചതൊന്നും അറിയില്ല. അത് വായിച്ചിട്ട് വലിയ കാര്യമൊന്നും ആർക്കൊന്നും മനസ്സിലാവില്ല. അതിന് വായിക്കാനുള്ള അവസരം കിട്ടാറുമില്ല. പലപ്പോഴും ലോൺ എടുക്കുമ്പോൾ മിക്കവാറും ബാങ്കുകൾ പ്രീ പെനാൽറ്റി അടിച്ചിടണം, പ്രീ ക്ലോഷർ ചാർജ് അടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ 10 കോടി ലോൺ എടുത്തവനൊക്കെ ചിലപ്പോൾ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു 40 ലക്ഷം രൂപ കൂടുതൽ അടയ്ക്കാൻ പറയും. ചിലപ്പോൾ 10 കോടി ബാലൻസ് ഉള്ളവന് ക്ലയൻറ്റ് കിടുങ്ങിപ്പോവും അല്ലേ. അപ്പോൾ ഈ പ്രീ പേയ്മെൻറ്റ് പെനാൽറ്റി വാങ്ങാത്ത ബാങ്കുകൾ ഏതാണ്? അതോടെ അവന് ഗ്യാസ് തീരും, അതോടെ തീരുവൻ. അപ്പോൾ അത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോൺ ചെയ്യാൻ ചെല്ലുമ്പോൾ മിക്കവാറും ലോൺ ക്ലോസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ്, ഈ അടുത്ത് എൻ്റെ ഒരു ക്ലയൻറ്റ്, നല്ലൊരു ക്ലയൻറ്റ് ലോൺ ക്ലോസ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ക്ലോസ് ചെയ്യാൻ സമ്മതിക്കില്ല. അയാൾ പൈസ അടച്ച് 15 ദിവസം കഴിയുമ്പോഴാണ് ലോൺ അക്കൗണ്ടിലേക്ക് പൈസ മാറ്റിയത്. ഇയാൾ ഒച്ചപ്പാടുണ്ടായി കഴിഞ്ഞപ്പോഴാണ് പൈസ മാറ്റി. പിന്നീട് അദ്ദേഹം ആധാരം തിരിച്ചിടുന്നത് 30 ദിവസം കഴിഞ്ഞിട്ടാണ്. അദ്ദേഹം വലിയൊരു സ്ട്രോങ് കസ്റ്റമർ ആയതിൻ്റെ അദ്ദേഹത്തിന് വേറെ നഷ്ടമൊന്നുമില്ല, ആധാരം തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു സ്ഥല കച്ചവടം നടക്കേണ്ട ഒരാൾ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആധാരം പെട്ടെന്ന് കിട്ടണം. ചിലപ്പോൾ ആ സ്ഥലക്കച്ചവടം ഒഴിഞ്ഞു പോയേക്കാം അല്ലേ. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബാങ്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലോസ് ചെയ്യാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് ആധാരം കിട്ടുന്ന ബാങ്കുകളെ കണ്ടെത്തി നമ്മൾ ലോൺ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ പറയുമ്പോൾ ഈ ക്ലോഷർ ലെറ്റർ ഉറപ്പായിട്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവണം. അത് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ഇനി എന്തെങ്കിലും ചാർജസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു 1000 രൂപ ചാർജ് ചിലപ്പോൾ ബാലൻസ് നിർത്തി കഴിഞ്ഞാൽ ഈ ക്ലോഷർ ലെറ്റർ വാങ്ങണം എന്ന് പറയാൻ കാരണം അതാണ്. പലപ്പോഴും പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ 1000 രൂപ 2000 രൂപ ബാലൻസ് അവിടെ നിൽക്കുന്നുണ്ടാവും. പിന്നെ സിബിലിൽ കയറി അത് പ്രശ്നമാവും. ക്ലോഷർ ലെറ്റർ വാങ്ങിച്ചു വയ്ക്കണം. കൃത്യമായിട്ട് അവിടെ നിന്ന് പോയിട്ട് ലിസ്റ്റ് ഡോക്യുമെൻറ്റ്സ്, നേരത്തെ ലിസ്റ്റ് ഡോക്യുമെൻറ്റ്സിലുള്ള ആധാരങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. ഇതെല്ലാം നമ്മൾ നോക്കി നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പേപ്പറും നമുക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കണം. ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുന്നത്. പിന്നെ നമ്മൾ ലോൺ പോകെ അടക്കുന്ന സമയത്തോളം ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് ഒരിക്കലും വറീഡാകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നില്ല. അത് ക്ലോസിങ്ങിൻ്റെ സമയത്തായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെ. ശരിക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊരു അവബോധം വേണ്ടേ? നമ്മൾ 2-3 ചോദ്യങ്ങളാണ് ലോൺ എടുക്കുമ്പോൾ. ഭയങ്കര ബലമെടുത്തായിരിക്കും ലോൺ എടുക്കുന്ന സമയത്ത്. ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കുറച്ച് കിട്ടണം, എത്രയായിരിക്കും എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, എനിക്ക് മറ്റേ ബാങ്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട്, എനിക്ക് എത്ര നാളത്തെ പീരീഡ് ഉണ്ട്, എനിക്ക് ലോൺ നേരത്തെ അടയ്ക്കാൻ പറ്റുമോ, എനിക്ക് ഇപ്പോൾ 1-ാം തീയതി 30-ാം തീയതി ശനിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച ലോൺ അടയ്ക്കാൻ പറ്റുമോ, ഞായറാഴ്ച അവധി ദിവസമാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട്. പിന്നീട് അത് ഉണ്ടാവില്ല. പിന്നെ ലോൺ അടയ്ക്കാൻ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വിളിച്ചാലും ചിലപ്പോൾ അടയ്ക്കാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് അടയ്ക്കാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ ഈ ലോൺ എടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ചോദിക്കുന്ന ആ ചോദ്യം പിന്നീട് ഉണ്ടാവാറില്ല. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ കേൾക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ കൂട്ടി നോക്കാറുണ്ടോ? കൂട്ടി നോക്കാറാണെങ്കിൽ നല്ലത്. നിങ്ങൾ കൂട്ടി നോക്കി കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാറാണെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ ഞാനൊരു ഓഫർ വയ്ക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ പലിശ ഇപ്പോൾ എത്രയാണ് ചാർജ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് നോക്കാനായിട്ട് സാഹചര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു തരാം. ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് തരാം. ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് ഇപ്പം നിങ്ങളുടെ ബാങ്ക് ഇത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കേട്ടോ, നമുക്കതൊരു ഒരു ദിവസം സമയം, മീൻസ് നമുക്ക് ആദ്യം എത്ര സമയം വേണ്ട, 1/2 മണിക്കൂർ മതി. പക്ഷേ നമുക്ക് ചിലപ്പോൾ തിരക്കുള്ളതിന് പേര് ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അത് എല്ലാവരും ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇത് ബാങ്കിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാങ്കൊന്നും ഓരോ മാനേജർമാരൊന്നും ഇൻട്രസ്റ്റ് ഇത്രയൊന്നും പറഞ്ഞ് കൂട്ടി വെക്കാൻ അവർക്ക് പറ്റില്ല. അത് സിസ്റ്റം ചിലപ്പോൾ ഒരു പക്ഷേ മാറിപ്പോണതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ അവരുടെ റിപ്പോ റേറ്റിലൊക്കെ വ്യത്യാസം വരുമ്പോൾ അതനുസരിച്ചിട്ട് കുറയാത്തതായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ എല്ലാവരും ഇൻട്രസ്റ്റ് പീരിയോഡിക്കലി മന്ത്ലി കൂട്ടി നോക്കണം. കൂട്ടി നോക്കുന്നത് 0.1% പോലും ആൾക്കാരുണ്ടാവില്ല. നിങ്ങൾ വെറുതെ കൂട്ടി നോക്കിക്കോട്ടെ,
നിങ്ങൾ എടുത്ത സമയത്തുള്ള ഇൻട്രസ്റ്റ് ആയാലും ചിലപ്പോൾ 2, 3, 4% കൂടുതലായിരിക്കും. നമ്മളറിയാതെ ശരിക്കും ബാങ്ക് കൂട്ടുന്നതാണോ അതോ അല്ല, ബാങ്ക് അങ്ങനെ കൂട്ടണം, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ കൂട്ടാനും സാധ്യതയില്ല.